അടിമാലി ലക്ഷം വീട് കോളനിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഷെഡ് കെട്ടി രാപ്പകൽ സമരം നടത്തി വന്നിരുന്ന കുടുംബങ്ങൾ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് മാറ്റി. മഴ കനത്തതോടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സമരക്കാർ ഇവിടെ നിന്നും സമരപന്തൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ തങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നതുവരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നും പഞ്ചായത്ത് പടിക്കൽ സമരം തുടരുമെന്നും ഇവർ വ്യക്തമാക്കി. ധനുഷ്കോടി ദേശീയപാതയിലെ കൂമ്പൻപാറ ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ഇപ്പോൾ കുറച്ച് വീട്ടുകാര് കുടിൽ കെട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം സർക്കാർ ധനസഹായം അനുവദിച്ചത്. ബാക്കി വരുന്ന 19 കുടുംബക്കാർക്ക് കൂടി ധനസഹായം അനുവദിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഈ വിഷയം ജില്ലാ കളക്ടറുടെ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിച്ച് ഈ 19 കുടുംബങ്ങൾക്ക് കൂടി ധനസഹായം അനുവദിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ആ സാഹചര്യത്തിൽ ഇവിടെ കുടിൽ കെട്ടിയുള്ള സമരം ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർ ഉത്തരവ് കൈമാറുകയും അവരെ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. സമാധാനപരമായി ഇവിടുന്ന് സമരം അവസാനിപ്പിച്ച് ഇവരുടെ പ്രതിഷേധം നിലനിൽക്കും എന്നറിയിച്ചിട്ടുണ്ടെങ്കിലും ഇവിടത്തെ കുടിൽ കെട്ടിയുള്ള സമരം അവസാനിപ്പിക്കും. കൂമ്പൻപാറയിൽ കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ മണ്ണിടിച്ചിൽ കേസുകളിൽ എല്ലാവർക്കും ധനസഹായം അറിയിച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ഉത്തരവായിട്ടുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ ഉത്തരവിന് മേൽ തഹസിൽദാറിൻ്റെ ട്രഷറിയിലെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് ആൾക്കാർ ഈ 10 ലക്ഷം ധനസഹായം ലഭിച്ച 9 കുടുംബങ്ങളിൽ നിന്നും അഫിഡവിറ്റ് കൈപ്പറ്റി അവരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് മാറിക്കൊടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ആൾക്കാരുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് കളക്ട് ചെയ്യുകയും അത് ട്രഷറി വഴി മാറുകയും ചെയ്യുന്ന സാങ്കേതികത്വം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സ്റ്റാലിൻ ഉണ്ട് വിശദാംശങ്ങളുമായി. സ്റ്റാലിൻ, ഈ സമരം ഏകദേശം ഒരു 11ാം ദിവസത്തേക്ക് പോകുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു സമരപ്പന്തൽ പൊളിച്ചുകൊണ്ടുള്ളൊരു മാറ്റം. പക്ഷേ എന്ത് വന്നാലും സർക്കാർ കണ്ണുറക്കും വരെ അല്ലെങ്കിൽ ഈ 19 കുടുംബങ്ങൾക്കും ഈ ധനസഹായം കിട്ടുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹരി, കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഈ ദുരന്തബാധിതരായ ഈ കുടുംബങ്ങൾ ഇപ്പോഴിവിടെ വീണ്ടും സമരത്തിലേക്ക് വന്നത്. അതായത് ഇവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന ധനസഹായം അതുപോലെ തന്നെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വന്ന കാലതാമസമാണ് വീണ്ടും ഈ സമരത്തിന്, പ്രത്യേകിച്ച് ഈ മഴക്കാലമായതോടുകൂടി അവർക്ക് വീണ്ടും കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് അവർ വീണ്ടും ഒരു സമരത്തിലേക്ക് വന്നത്. ഏതാണ്ട് 11 ദിവസക്കാലം, ഇന്ന് 11ാം ദിവസമാണ്. 11 ദിവസക്കാലം അവർ ഈ മുൻപ് മണ്ണിടിച്ചിലുണ്ടായ ആ പ്രദേശത്ത് തന്നെ, പ്രത്യേകിച്ചും അടിമാലി ലക്ഷം വീട് കോളനിയിലെ അവരുടെ വാസ സ്ഥലത്ത് തന്നെ അവര് സമരം നടത്തി വരികയായിരുന്നു. അതിനിടെ കഴിഞ്ഞ ദിവസം, പ്രത്യേകിച്ച് ഇന്നലെ പുലർച്ചെ വീണ്ടും ആ പ്രദേശത്ത് ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി. വലിയ ശക്തമായ മണ്ണിടിച്ചിലല്ല എങ്കിൽ കൂടി ഈ വിവരം മനസ്സിലാക്കിയ കളക്ടറാണ് അവിടുന്ന് അവർ മാറണം എന്ന് പറഞ്ഞത്. അവിടുന്ന് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും ഇന്നലെ കളക്ടറുടെ ഉത്തരവ് പ്രകാരം അവര് അവിടുന്ന് മാറുകയുണ്ടായി. സമരപ്പന്തൽ പൊളിച്ചു നീക്കുകയും അവിടെ നിന്നും അവര് പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് സമരം മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും പഞ്ചായത്ത് സെക്രട്ടറി ചെന്ന് അവർക്ക് കളക്ടറുടെ ഉത്തരവ് കൊടുത്തു. അതും പ്രകാരം അവരോടൊന്ന് മാറി സമരപ്പന്തൽ പൊളിച്ചു നീക്കി. എങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്ന വരത്തേക്ക് ഇവര് സമരത്തിൽ നിന്നും പിന്മാറില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പം അടിമാലി പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കൽ അവര് വീണ്ടും സമരം തുടരുന്ന സ്ഥിതിയാണുള്ളത്. എന്തായാലും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ദേവികുളം സബ് കളക്ടറും എല്ലാം അതിനകത്ത് കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. 9 കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ചും അന്ന് ദുരന്തബാധിതരായി നേരിട്ട് ദുരന്തമുണ്ടായ 9 കുടുംബങ്ങൾക്ക്, വീട് നഷ്ടപ്പെട്ട 9 കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാമെന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അത് മാത്രം പോരാ, 17ഓളം കുടുംബങ്ങൾ മൊത്തം അവിടെ ഉണ്ട്. അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത, വാസയോഗ്യമല്ലാത്ത പ്രദേശമാണെന്നുള്ള ടെക്നിക്കൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടും പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് അവർക്ക് കൂടി ധനസഹായം ലഭിക്കണം, പുനരധിവാസം ഉറപ്പാക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ സമരത്തിൽ നിന്ന് മാറുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് അവർ നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും സമരം തുടരുകയാണ്. എങ്കിലും ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ഔദ്യോഗിക വിഭാഗം ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നുമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹരി, അല്ല സ്റ്റാലിൻ, ഇപ്പോൾ ഈ ദേവികുളം MLA-യുമായിട്ട് ഉൾപ്പെടെ ചർച്ചകൾ നടത്തുന്നു. പക്ഷെ വാക്കാൽ ഉറപ്പ് പോരാ എന്നാണല്ലോ ഈ സമരക്കാരുടെയും ആവശ്യമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ഈ ചർച്ചകൾക്കുള്ള തുടർന്നുള്ള നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? അത് സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ കിട്ടിയിട്ടുണ്ടോ? ചർച്ചകൾക്ക് ശേഷം ഏതായാലും ഈ 9 കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉടൻ വിതരണം ചെയ്യാമെന്ന് ഇപ്പോൾ സബ് കളക്ടർ ആര്യ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ ബാക്കിയുള്ള കുടുംബങ്ങൾ കൂടി അവിടെ വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ടുള്ള സാഹചര്യത്തിൽ ബാക്കിയുള്ള മറ്റുള്ള ഒരു 17 കുടുംബങ്ങൾ ആകെ ഉണ്ട്. ആ കുടുംബങ്ങൾക്ക് കൂടിയുള്ള ധനസഹായം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം.
അപ്പോൾ 9 കുടുംബങ്ങൾക്ക് ധനസഹായം ഉടൻ തന്നെ വിതരണം ചെയ്യും. അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് 10 ലക്ഷം രൂപ വീതമുള്ള പണം നിക്ഷേപിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് കൂടിയുള്ള ധനസഹായം ലഭിക്കുന്ന വരത്തേക്ക് അല്ലെങ്കിൽ അത് ഉറപ്പാക്കുന്ന വരത്തേക്ക് ഇവർ സമരം തുടരാനാണ് സാധ്യത. അതുകൂടി ഉടനെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് കൂടി ധനസഹായം നൽകണമെന്ന് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ നൽകിയിട്ടുണ്ട്. ഏകദേശം അത് തീരുമാനമാകുന്ന വരത്തേക്കുമാണ് ഇവരുടെ സമരം തുടരാൻ ഇവരുടെ ലക്ഷ്യമിടുന്നത്. എന്തായാലും ആ കാര്യത്തിൽ കൂടി ജില്ലാ കളക്ടർ ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അതുകൂടി ഉടൻ തന്നെ സാധ്യമാകുമെന്നാണ് നമുക്കും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ശരി, വ്യക്തമാണ്. എന്തായാലും 9 കുടുംബങ്ങൾക്കാണ് നിലവിൽ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 19 കുടുംബങ്ങൾ കൂടി ധനസഹായം വേണമെന്നാണ് സമരക്കാരുടെയും ആവശ്യം. അതിന്റെ ഭാഗമായിട്ട് കളക്ടർ സംസ്ഥാന സർക്കാരിന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഉറപ്പ് അതാണ് ഈ സമരക്കാരുടെയും ആവശ്യം. സ്റ്റാലിനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.